ക്യാബിനറ്റ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാരിത്താസ് ഹോസ്പിറ്റൽ, കോട്ടയം. കാരിത്താസ് ഹോസ്പിറ്റൽ, ബെസ്റ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻ സെൻട്രൽ ട്രാവൻകൂർ. നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ദേശീയപാതയിൽ അണ്ണാടിവയൽ 7-ാം മൈൽ ഭാഗത്തെ റോഡ് പണി നാട്ടുകാർക്ക് ദുരിതമാകുന്നു. മെറ്റലും പാറപ്പൊടിയും ചേർന്ന മിശ്രിതം റോഡരികിൽ അലക്ഷ്യമായി കൂട്ടിയിട്ടിരിക്കുന്നു. പ്രദേശമാകെ പൊടിശല്യം. കണ്ണൂർ ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണം. CSDS വ്യാപക പ്രക്ഷോഭത്തിൽ കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം. കാപ്കോസ് റൈസ് മില്ലിന്റെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നു. 50,000 ടൺ നെല്ല് സംസ്കരിക്കാം. മന്ത്രി VN വാസവൻ പണികൾ വിലയിരുത്തി. പാലായിൽ KSRTC ബസും കാറും കൂട്ടിയിടിച്ചു. 2 പേർക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. അണ്ണാടിവയൽ 7-ാം മൈൽ ഭാഗത്ത് റോഡിന്റെ വീതി കൂട്ടുന്ന പണികൾ നടക്കുന്നത് കാൽനട യാത്രക്കാർക്ക് ഇരട്ടി ദുരിതമായിരിക്കുകയാണ്. പണികൾക്കായി റോഡരികിൽ മെറ്റലും പൊടിയും ചേർന്ന മിശ്രിതം അലക്ഷ്യമായി ഇറക്കിയിട്ടിരിക്കുകയാണ്. റോഡിൽ ഇവ നിരന്ന് കിടക്കുന്നത് പ്രദേശമാകെ പൊടിപടലം നിറയാൻ കാരണമായിരിക്കുന്നു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി റോഡിന്റെ വീതി കൂട്ടുന്ന പണികൾ നടക്കുന്ന അണ്ണാടിവയൽ 7-ാം മൈൽ ഭാഗത്തെ നിർമ്മാണ ജോലികൾ പ്രദേശവാസികൾക്ക് വിനയാകുന്നു. റോഡിന്റെ ഓരത്ത് മെറ്റലും പാറപ്പൊടിയും ചേർന്ന മിശ്രിതം അലക്ഷ്യമായി ഇറക്കിയിട്ടിരിക്കുന്നത് മൂലം പ്രദേശമാകെ പൊടി നിറഞ്ഞിരിക്കുകയാണ്. റോഡിന്റെ ഒരു വശത്ത് ഇറക്കിയിട്ടിരിക്കുന്ന മിശ്രിതം JCBക്ക് കോരിയാണ് പണി നടക്കുന്ന സ്ഥലത്തേക്ക് ഇടുന്നത്. ഇതുമൂലം റോഡിൽ നിറയെ മെറ്റലും പാറപ്പൊടിയുമാണ്. ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ തുടർച്ചയായി കടന്നുപോകുന്നതിനാൽ ഇവിടെ പൊടിപടലങ്ങൾ നിറഞ്ഞിരിക്കുന്നു. ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവായി. നിരുത്തരവാദപരമായ പ്രവർത്തനമാണ് ഈ നടക്കുന്നതെന്ന് യാത്രക്കാരനായ സാം പറയുന്നു. ശരിക്കും വണ്ടി റോങ് സൈഡ് കയറി വരും, എതിരെ വരുന്ന വണ്ടിക്ക് ഒതുക്കാനുള്ള മാർഗ്ഗമില്ല. ബൈക്കുകാർ കണ്ണിനകത്തോട്ട് പൊടി അടിച്ച് കഴിയുമ്പോഴേക്ക് അവർക്ക് വണ്ടി എതിരെ പോകുന്നെന്ന് പോലും അറിയാൻ പറ്റും. തെന്നി വീഴുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് സന്ധ്യയാകുമ്പോഴത്തേക്ക് ഇരുട്ടായി കഴിഞ്ഞാൽ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു മഞ്ഞ പ്രകാശം മാത്രമേ ഉള്ളൂ. അതായത് കിഴക്കോട്ടൊക്കെ ചെല്ലുന്ന ഒരു പ്രതീതിയോ ഒരു പുകയും പൊടി എല്ലാം കൂടെ വരുന്ന. അപ്പം കൂടുതൽ അപകടമാണ്. ഇന്നലെ വൈകിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങളൊക്കെ ഒരു തരത്തിൽ നിന്ന് വണ്ടിക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അപ്പം അവര് ഇത് എത്രയും ഇതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യണം. ഇന്നലെ ഞങ്ങൾ പാമ്പാടി പഞ്ചായത്തിലൊക്കെ അറിയിച്ചു. പ്രസിഡന്റ് അതിന് വേണ്ട നടപടികളൊക്കെ ചെയ്യാതെ പറഞ്ഞ് വെള്ളം ഒഴിക്കുന്നതിനെ പറ്റിയൊക്കെ ഇന്നലെ പ്രസിഡന്റ് സംസാരിക്കുകയുണ്ടായി. മെമ്പർമാർ 1-ാം വാർഡിന്റെ മെമ്പർ ഉണ്ടായിരുന്നു, 20-ാം വാർഡിന്റെ കുഞ്ചാനുണ്ടായിരുന്നു. അവരൊക്കെ ഇവിടെ വരികയും ഈ കാര്യങ്ങളൊക്കെ നേരത്തെ ബോധ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഇതിന് എത്രയും വേഗം ഇതിനൊരു ക്രമീകരണം, അതായത് മുന്നോട്ട് ഇവർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ടുള്ള രീതിയിൽ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ BDS വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് CSDSന്റെ വ്യാപക പ്രതിഷേധം. കാഞ്ഞിരപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകുളത്തി പ്രകടനവും സായാഹ്ന ധർണയും നടത്തി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ ജാതി വിവേചനത്തിന് ഇരയായ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നും ജോലിയിൽ നിന്നും പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ട് CSDS കാഞ്ഞിരപ്പള്ളി താലൂക്ക് കമ്മിറ്റി പ്രതിഷേധിച്ചു. ഇതിന്റെ ഭാഗമായി കാഞ്ഞിരപ്പള്ളി ടൗണിൽ പന്തംകുളത്തി പ്രകടനവും നടത്തി. കാഞ്ഞിരപ്പള്ളി പേട്ട സ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ ജാഥ ടൗൺ ചുറ്റി പേട്ടക്കവലയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സായാഹ്ന ധർണ സംസ്ഥാന കമ്മിറ്റി അംഗം അനീഷ് ചാക്കോ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഈ വിദ്യാഭ്യാസമുള്ള ഈ കാലഘട്ടത്തിൽ ഇപ്പോഴും പഴയ കാലങ്ങളെ പോലെ ജാതി പറഞ്ഞ് നിറം പറഞ്ഞ് വിദ്യാഭ്യാസമുള്ള നമ്മുടെ സമൂഹങ്ങളെ കൊന്നൊടുക്കുന്ന ഒരു നരയാതനയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇത് ഒരിക്കലും നമുക്ക് കണ്ടു നടിക്കാൻ കഴിയില്ല. കാരണമെന്ന് ചോദിച്ചാൽ മഹാത്മാ അയ്യങ്കാളി നമുക്ക് മാറ്റി തന്ന ആ കാര്യങ്ങൾ, ഡോക്ടർ അംബേദ്കർ നമുക്ക് എഴുതുന്ന മറ്റ് കാര്യങ്ങളെല്ലാം ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ടെങ്കിലും ഇപ്പോഴും കൃത്യമായ ഒരു ജാതിയുടെ അടിസ്ഥാനത്തിൽ ഈ കേരളത്തെ കാണുന്നു, നമ്മുടെ മനുഷ്യരെ കാണുന്നു എന്നതല്ല സത്യമായ കാര്യമെന്നാണ് കാണാൻ കഴിയുന്നത്. അത് കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല. കൃത്യമായ ഈ നിതിൻ രാജ് എന്ന സംഭവത്തിന് കൃത്യമായ ഒരു നീതി ലഭിക്കുക, മാത്രമല്ല നിതിൻ രാജിൻ്റെ കൊലപാതകളെ കൃത്യമായി പുറങ്ങിലിറക്കിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ നടന്നിരിക്കുന്നത്. താലൂക്ക് പ്രസിഡന്റ് ബിജു വഴിപ്പറമ്പിൽ, സെക്രട്ടറി പ്രമോദ് CS, ED കുട്ടപ്പൻ, ജെയിംസ് ചാക്കോ തുടങ്ങിയവർ പ്രസംഗിച്ചു. നിരവധി പേർ പ്രതിഷേധത്തിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ നിതിൻ രാജിനെ മരണത്തിലേക്ക് തള്ളിവിട്ട കോളേജ് അധികാരികളുടെയും സർക്കാരിന്റെയും നിലപാടുകൾക്കെതിരെ CSDS മീനച്ചിൽ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകുളത്തി പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. പാലാ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പന്തംകുളത്തി പ്രകടനം ലാലം ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം IS ലൂക്കോസ് ഉദ്ഘാടനം ചെയ്തു.
കാപ്കോസ് റൈസ് മില്ലിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. 50,000 ടൺ നെല്ല് സംസ്കരിക്കാൻ ശേഷിയുള്ളതാണ് റൈസ് മില്ല്. മന്ത്രി VN വാസവൻ നേരിട്ടെത്തി പണികൾ വിലയിരുത്തി. നെല്ല് സംഭരണത്തിൽ കാലാകാലങ്ങളായി തുടരുന്ന അനിശ്ചിതത്വം ഒഴിവാക്കുന്നതിനും സ്വകാര്യ മില്ലുകളുടെ കുത്തക അവസാനിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ട് സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന കാപ്കോസ് റൈസ് മില്ലിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. മന്ത്രി VN വാസവൻ സ്ഥലം സന്ദർശിച്ച് നിർമ്മാണ പുരോഗതി വിലയിരുത്തി. നിർമ്മാണ ചുമതലയുള്ള ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ഉദ്യോഗസ്ഥരെ ചേർത്ത് മെയ് 2-ന് ഉന്നതതല യോഗം ചേരാനും തീരുമാനിച്ചു. കിടങ്ങൂർ കൂടല്ലൂർ കവലയ്ക്ക് സമീപം 10 ഏക്കർ സ്ഥലത്താണ് ഗോഡൌണും ആധുനിക മില്ലും സ്ഥാപിക്കുന്നത്. സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കോട്ടയം ആസ്ഥാനമാക്കി രൂപീകരിച്ച കേരള പാടി പ്രൊക്യൂർമെന്റ് പ്രോസസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് 80 കോടി രൂപ ചെലവിട്ട് മില്ല് സ്ഥാപിക്കുന്നത്. നൂതനമായ ജർമ്മൻ സാങ്കേതിക വിദ്യയാണ് മില്ലിനായി പ്രയോജനപ്പെടുത്തുന്നത്. നെല്ല് സംഭരിക്കുന്ന വെയർഹൌസിന് പകരം 3250 ടൺ ശേഷിയുള്ള 8 ആധുനിക സൈലോകളാണ് സ്ഥാപിക്കുക. വെയർഹൌസുകളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ധാന്യം സംഭരിക്കാൻ സൈലോകൾ സഹായിക്കും. താപനിലയും ഈർപ്പവും നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ സൈലോകളിൽ ഉള്ളതുകൊണ്ട് നെല്ല് കേടുകൂടാതെ ദീർഘകാലം സൂക്ഷിക്കാനും സാധിക്കും. പ്ലാന്റിന്റെ കോൺക്രീറ്റിംഗ് ജോലികൾ നടന്നുവരുന്നു. മില്ലിൽ 50,000 മെട്രിക് ടൺ നെല്ല് പ്രതിവർഷം സംസ്കരിക്കാൻ സാധിക്കും. കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലയിലെ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച് കുത്തി അരിയാക്കി വിപണനം ചെയ്യാനാണ് കാപ്കോസ് ലക്ഷ്യമിടുന്നത്. മറ്റ് ജില്ലകളിലും മില്ലുകൾ സ്ഥാപിക്കാനും ആലോചനയുണ്ട്. കാപ്കോസ് ചെയർമാൻ KM രാധാകൃഷ്ണൻ, ജില്ലാ സഹകരണ ആശുപത്രി വൈസ് പ്രസിഡന്റ് KN വേണുഗോപാൽ, കോട്ടയം അർബൻ ബാങ്ക് ഡയറക്ടർ ES ബിജു, ജില്ലാ പഞ്ചായത്ത് അംഗം ജിം അലക്സ്, CPIM കടുത്തുരുത്തി ഏരിയ സെക്രട്ടറി K ജയകൃഷ്ണൻ എന്നിവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വനിതാ സംവരണ ബില്ല് ഉൾപ്പെടെ പരാജയപ്പെടുത്തിയ പ്രതിപക്ഷത്തിന്റെ നടപടിക്കെതിരെ മഹിളാ മോർച്ച രംഗത്ത്. ഈ മാസം 24-നും സംസ്ഥാന വ്യാപകമായി റാലി ഉൾപ്പെടെ നടത്തുമെന്ന് നേതാക്കൾ കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വനിതാ സംവരണ ബില്ല്, മണ്ഡല പുനർനിർണയ ഭേദഗതി ബില്ല് ഉൾപ്പെടെയുള്ളവ പാർലമെന്റിൽ പരാജയപ്പെടുത്തിയ പ്രതിപക്ഷത്തിന്റെ നടപടിയിൽ മഹിളാ മോർച്ച പ്രതിഷേധിച്ചു. ജനസംഖ്യ ആനുപാതികമായി മണ്ഡല പുനർനിർണയം ചർച്ച ചെയ്യാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണെന്ന് പ്രതിപക്ഷം ചിന്തിക്കണമെന്ന് മഹിളാ മോർച്ച സംസ്ഥാന ഉപാധ്യക്ഷ രൂപ കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇക്കാര്യങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്യുമ്പോൾ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് പ്രതിപക്ഷം മുടക്കാൻ ശ്രമിക്കുകയാണെന്നും അവർ കുറ്റപ്പെടുത്തി. രാജ്യമൊട്ടാകെ പ്രതിപക്ഷ പാർട്ടികൾ പറഞ്ഞു വരുത്തുന്നത് ഡീലിമിറ്റേഷനിൽ വന്നിട്ടുള്ള പോരായ്മകൾ പരിഹരിക്കുക എന്നുള്ളതാണ്. പക്ഷേ നാം ആലോചിക്കേണ്ടത് 96 മുതൽ ഒരു 3 പതിറ്റാണ്ട് കടന്നു പോയിട്ടുണ്ടെങ്കിൽ ജനസംഖ്യ ആനുപാതികമായി ഡീലിമിറ്റേഷൻ ചർച്ച ചെയ്യുവാൻ എന്തുകൊണ്ട് നാളെ ഇവരെ കഴിയാതെ പോയിട്ടുണ്ട് എന്നുള്ളത് പ്രതിപക്ഷത്തിന് ബാധ്യതയില്ലാതെ വരുന്ന ഒന്നാണ്. പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള പാർലമെന്റിൽ ഈ കാര്യം ചർച്ചയ്ക്ക് വരുമ്പോൾ ചർച്ചയ്ക്ക് അനുകൂലമായ അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതിന് പകരം മുടന്തൻ ന്യായങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബില്ല് പാസ്സാക്കാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ദ്രുതഗതിയിൽ എടുത്ത ഒരു നടപടിയായിട്ടാണ് പ്രതിപക്ഷത്തിന്റെ ഈ നടപടി ഞങ്ങൾക്ക് കാണാൻ കഴിയുകയുള്ളൂ. BJP ജില്ലാ ഉപാധ്യക്ഷ ലേഖ അശോക്, ജില്ലാ അധ്യക്ഷ ഉഷ സുരേഷ്, ജില്ലാ ട്രഷറർ ഡോക്ടർ ലിജി വിജയകുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രതിപക്ഷ നടപടിക്കെതിരെ ഈ മാസം 24-ന് സംസ്ഥാന വ്യാപകമായി റാലി നടത്തുമെന്നും മഹിളാ മോർച്ച നേതാക്കൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ കുമ്മണ്ണൂരിൽ കാറും KSRTC ബസും കൂട്ടിയിടിച്ച് അപകടം. കാർ ഡ്രൈവർക്കും ബസ് യാത്രക്കാർക്കും പരിക്കേറ്റു. പാലാ ഏറ്റുമാനൂർ റോഡിൽ കുമ്മണ്ണൂരിൽ കാറും ബസും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു അപകടം. കോട്ടയത്ത് നിന്നും മൂലമറ്റത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സിൽ പാലായിൽ നിന്നും വന്ന കാർ ഇടിച്ചു കയറുകയായിരുന്നു. കാർ ഓടിച്ചിരുന്ന വൈക്കം സ്വദേശി ഗോപകുമാർ, ബസ് യാത്രക്കാരി നെയ്യാറ്റിങ്കര സ്വദേശി കൃഷ്ണമ്മ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ പാലാ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചു. കാർ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. പാലാ ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. കിടങ്ങൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. വാഴൂർ പഞ്ചായത്തും SVR NSS കോളേജും സംയുക്തമായി സംഘടിപ്പിച്ച ദ്വിദിന സമ്മർ ക്യാമ്പ് സമാപിച്ചു. സമാപന ദിവസം വിദ്യാർത്ഥികൾക്കായി വിവിധ പരിശീലന പരിപാടികൾ നടത്തി. വാഴൂർ ഗ്രാമപഞ്ചായത്തും വിദ്യാധിരാജ NSS കോളേജും സംയുക്തമായി സംഘടിപ്പിച്ച SVR സമ്മർ വൈബ്സ് സമ്മർ ക്യാമ്പ് സമാപിച്ചു. സമാപന ദിവസത്തിൽ വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക അറിവും സൃഷ്ടിപരമായ കഴിവുകളും വളർത്തുന്ന വിവിധ പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആപ്ലിക്കേഷനുകളും അതിന്റെ സാധ്യതകളും, ക്രോഷേ, സോപ്പ് നിർമ്മാണം, സ്പോർട്സും
ഫിറ്റ്നസും കലാപരിപാടികൾ, കരിയർ ഗൈഡൻസ് തുടങ്ങിയ സെക്ഷനുകൾ പരിചയസമ്പന്നരായ വിദഗ്ധരുടെ നേതൃത്വത്തിൽ നടന്നു. തുടർന്ന് നടന്ന സമാപന സമ്മേളനത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം പഞ്ചായത്ത് സെക്രട്ടറി സൗമ്യ എം നിർവഹിച്ചു. പങ്കെടുത്ത വിദ്യാർത്ഥികൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ സുമി എസ് നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുമായി വലയുകയാണ് പുലിയന്നൂർ നരിതുള്ളുംപാറ നിവാസികൾ. ജൽജീവന് വേണ്ടി റോഡ് കുത്തിപ്പൊളിച്ചിട്ട് ഇപ്പോൾ മാസങ്ങളായി. റോഡും വെള്ളവുമില്ലാതെ നരിതുള്ളുംപാറ നിവാസികൾ പരാതി പറഞ്ഞു കിട്ടിയ റോഡ് നന്നാക്കി കിട്ടിയപ്പോൾ ജലജീവൻ മിഷന് വേണ്ടി കുഴിച്ചിട്ട് 8 മാസത്തോളമായി. എങ്കിലും കുടിവെള്ളം കിട്ടുമെന്ന പ്രതീക്ഷയിൽ ജനങ്ങൾ കാത്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഉണ്ടായിരുന്ന റോഡും പോയി വെള്ളമൊട്ട് കിട്ടാനില്ലാത്ത അവസ്ഥയും. മണമേൽപ്പാലം നരിതുള്ളുംപാറ റോഡാണ് ജലജീവൻ മിഷന് വേണ്ടി കുഴിച്ചിട്ടത്. കരൂർ പഞ്ചായത്തിലെ നരിതുള്ളുംപാറ നിവാസികളാണ് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽപ്പെടുത്തി 2022 മണലിൽ നരിതുള്ളുംപാറ റോഡ് നന്നാക്കിയത്. 2020 സെപ്റ്റംബറിൽ പണി തുടങ്ങുകയും 2022 ഫെബ്രുവരിയിൽ പണി പൂർത്തിയാക്കുകയും ചെയ്തു. 10 ലക്ഷമായിരുന്നു അടങ്കൽ തുക. 2025 സെപ്റ്റംബറിൽ ജലജീവൻ മിഷന് വേണ്ടി റോഡ് വെട്ടിപ്പൊളിച്ച് പൈപ്പിട്ടു. എന്നാൽ പൈപ്പിട്ടതിനു ശേഷം ശരിയായ വിധത്തിൽ റോഡുകൾ മൂടി സഞ്ചാരയോഗ്യമാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല. റോഡ് മുഴുവൻ വെട്ടിപ്പൊളിച്ച നിലയിലാണ്. പലയിടത്തും കുഴികളുണ്ട്. ഈ ഭാഗത്തേക്ക് ഓട്ടം വിളിച്ചാൽ ഓട്ടോറിക്ഷകൾ ഉൾപ്പെടെ വാഹനങ്ങൾ വരാൻ മടിക്കുന്നു. റോഡിന്റെ ഇരുവശങ്ങളുമായി ഏകദേശം 50ഓളം കുടുംബങ്ങൾ താമസിക്കുന്നു. വലിയ വളവുകളും കുത്തനെയുള്ള ഇറക്കങ്ങളുമുള്ള ഈ ഭാഗത്ത് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. നിലവിൽ കുടിവെള്ളം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ. നിലവിലുള്ള ജലനിധി പദ്ധതിയിൽ 2-3 ദിവസം കൂടുമ്പോഴാണ് വെള്ളം കിട്ടുന്നത്. ഇത് മിക്കവർക്കും കിട്ടുന്നുമില്ല. ടാങ്കറിൽ വെള്ളം കൊണ്ടുവന്ന് അടിക്കുകയാണ് ചെയ്യുന്നത്. 2000 ലിറ്ററിന് 900 രൂപ മുടക്കണം. ഈ പ്രദേശത്തുള്ള മിക്ക ആളുകളും ഇപ്പോൾ വെള്ളം അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് എന്ന് നടക്കില്ലല്ലോ. ന്യൂസ് ബ്യൂറോ, പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാതയിൽ അണ്ണാടിവയൽ 7-ാം മൈൽ ഭാഗത്തെ റോഡ് പണി നാട്ടുകാർക്ക് ദുരിതമാകുന്നു. മെറ്റലും പാറപ്പൊടിയും ചേർന്ന മിശ്രിതം റോഡരികിൽ അലക്ഷ്യമായി കൂട്ടിയിട്ടിരിക്കുന്നു. പ്രദേശമാകെ പൊടിശല്യം. കണ്ണൂർ ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണം. CSDS വ്യാപക പ്രക്ഷോഭത്തിൽ കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം. കാപ്കോസ് റൈസ് മില്ലിന്റെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നു. 50,000 ടൺ നെല്ല് സംസ്കരിക്കാം. മന്ത്രി VN വാസവൻ പണികൾ വിലയിരുത്തി. പാലായിൽ KSRTC ബസും കാറും കൂട്ടിയിടിച്ചു. 2 പേർക്ക് പരിക്ക്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.